ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ആക്ടിംഗ് ടാസ്ക് തരികയാണ് അതെ ഇവർക്ക്. അതായത് ബേസിലേട്ടൻ വളരെയധികം കഷ്ടപ്പെടുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. റീം വിഷ്ണു ഇദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആണ്. ടോവിനോ ചേട്ടൻ വളരെയധികം ധനാഢ്യനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണ്. ഒരുപാട് സിനിമകളൊക്കെ വിജയിച്ച വലിയൊരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിനോട് ഡേറ്റ് കൺവിൻസ് ചെയ്യണം. ഒരു കഥ പറഞ്ഞ് ഡേറ്റ് കൺവിൻസ് ചെയ്യണം എത്രയും പെട്ടെന്ന്. അതാണ് വളരെയധികം എങ്ങനെയെങ്കിലും ഏറ്റവും അവസാനം കൺവിൻസ് ആയാൽ മതി. ഏറ്റവും അവസാനം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്ട്രഗ്ലിംഗ് ആണല്ലേ? വളരെ ശരീരം കൊണ്ടല്ല, വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാതെ ഇവർ മാനേജേഴ്സ്, ഇവര് സൂപ്പർ സ്റ്റാറിന്റെ മാനേജേഴ്സ്. ഇവര് മാനേജേഴ്സ് ആണ്. തുടങ്ങിക്കോളും. ഇഷ്ടമില്ല സാർ, ഞങ്ങൾക്കും അതാണ് പറയാനുള്ളത്. ഇഷ്ടമായില്ല. അല്ല, അതെന്റെ കൂടെയുള്ള ആളാണ്. മാത്രമല്ല ഞങ്ങൾ ജയിച്ച ടീമാണ്. ജയിച്ച ടീമെന്ന് പറഞ്ഞാൽ അങ്ങേര് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം കൺവിൻസിംഗ് ആണ്. കൺവിൻസിംഗ് സ്റ്റാർ ബേസിൽ ജോസഫ്. ഫുൾ ആറ്റിറ്റ്യൂഡ് ദാഷ്ടിനും ധനാഢ്യനുമായ സാർ, ഞങ്ങളുടെ കയ്യിലൊരു പുതിയ കഥയുണ്ട്. സാർ ചെയ്ത സൂപ്പർ ആയിരിക്കും. എന്താ ചിരിച്ച് നല്ല കോമഡി കഥ. കോമഡി കോമഡി പടോ? കോമഡി ഉണ്ട്. ചേട്ടന് കോമഡി പറ്റും. ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ? അല്ല, ചേട്ടൻ ചെയ്തത് കോമഡി ആയിക്കോളെ. ചേട്ടൻ നോർമലായിട്ട് ചെയ്താണ്. ചേട്ടൻ പോകുന്നുണ്ടോ? ചേട്ടൻ പോകുന്നുണ്ടോ? ചേട്ടൻ ചെയ്ത ഇത്ര തമാശകളാണ് ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കുന്നത്. ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ സിനിമയിലില്ല സാർ. ഇല്ല. ഞങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള തമാശകളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സാറിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും മലയാള സിനിമയ്ക്കും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതൊക്കെ എല്ലാരും പറയണതാണ്. ഇതല്ലാതെ എന്തുണ്ട്? ഇതല്ലാതെ നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് സാർ. നന്നായിട്ട് പണിയെടുക്കും. അവര് സംസാരിക്കുന്നില്ലല്ലോ. അവർക്ക് നമുക്ക് തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല. പല തമാശകളും സഹിക്കേണ്ടി വരും. അതിനു വേണ്ടിയല്ലേ നമ്മൾ സാറിന് ഞങ്ങളും സഹിക്കില്ല. ഞാൻ പടം ചെയ്യണമെങ്കിൽ ചെയ്യാം. 3 പേരും 4 ഏത്തോട്ടിട്ട് പോക്കോ. അതിനൊക്കെ ആയിരിക്കും അല്ലേ? സാർ, ആത്മാഭിമാനമുള്ള ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അത് അവരുടെ കാര്യം. നിങ്ങളുടെ കാര്യം പറ. സിനിമ നടക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ തരം താഴ്ത്താറില്ല സാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥ കേട്ട് സാറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങൾ കഥ പറഞ്ഞോ? സാർ കഥ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. സാർ, ഇത് നാട്ടിൻപുറത്തുള്ള ഒരു തയ്യൽക്കാരൻ മിന്നലടിച്ച് ശക്തി കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരെണ്ണം വേണമല്ലോ. സ്യൂട്ടൊക്കെ ഇട്ട വയറ് കാണാതിരിക്കുന്ന ഒരേ ഒരു നടൻ സാറും.
അതിന്റെ രണ്ടാം ഭാഗം ചെയ്യാമോ? രണ്ടാം ഭാഗം ആദ്യം ചെയ്യണോ? ആദ്യത്തെ പാട്ട് വന്നാലല്ലേ സാർ ആദ്യത്തെ പാട്ട് വന്നല്ലോ. രണ്ടാം ഭാഗം രണ്ടാം ഭാഗം ആദ്യത്തെ പാട്ട് ആയിട്ടെടുക്കാം സാർ. ഒരു നോൺ ലീനിയർ. ഇല്ല, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ. ഞങ്ങള് വിവരമുള്ള ആൾക്കാരുടെ കാര്യമാണ്. രണ്ടാം ഭാഗത്തിലാണ് തയ്യൽക്കാരന് മില്ലടിക്കുന്നത്. രണ്ടാം ഭാഗത്തിലാണ് തയ്യൽക്കാരന് മില്ലടിക്കുന്നത് വീണ്ടും അല്ലല്ല. ഒന്നാം ഭാഗത്തിൽ വേറൊരാൾക്ക് ഓൾറെഡി അടിച്ചിരുന്നത്. അത് വേറെ കഥയാണ്. അത് മുമ്പ് പ്രീക്വൽ 50 വർഷം മുമ്പുള്ള കഥയാണ്. അത് രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം കേട്ടോ. ഓക്കെ Convince ആയി. എപ്പോഴാ ഡേറ്റ്? ഇവർ രണ്ടാളും പടത്തിലുണ്ടാവണം നിർബന്ധമുണ്ടോ? അല്ല, ഇവര് നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്. അതൊന്നും തെളിയിക്കട്ടെ, നീ മാറിക്ക്. അപ്പൊ വിജയിച്ച ടീമിന് ഞങ്ങൾ സമ്മാനം കൊടുക്കുകയാണ്. ടോവിനോ ചേട്ടൻ കഴിഞ്ഞില്ലായിരുന്നു. വീട്ടിൽ പോണം. വേറെ ഇന്റർവ്യൂസ് ഉണ്ട്. എന്നാ പോട്ടെ. ഓക്കെ, അപ്പൊ വിജയിച്ച ടീമിന് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ വെല്ലാൻ വേണ്ടി മൂവി വേൾഡിന്റെ സ്വന്തം ബ്രാൻഡിംഗ് ഉള്ള നല്ല ഇനം കരിക്കുകളാണ് ഞങ്ങൾ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. കരിക്കാണ് തരുന്നത്. എന്താ സന്തോഷമില്ലാത്ത? നിങ്ങൾ അതിൽ കൂടെ പ്രതീക്ഷ പോലത്തെ ഉണ്ടോ ബ്രാൻഡ്? ഞങ്ങളില്ലേ നമുക്ക് ലൈം ജ്യൂസ് നമ്മള് പിഴിഞ്ഞു കുടിക്കണം. നമ്മള് സ്ട്രഗിൾ See, ഞാൻ വിചാരിച്ചത് കൊടുക്കാനായിരിക്കും. ഞാൻ വിചാരിച്ചിട്ടോ അല്ല, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ടോവിനോ ചേട്ടന്റെ ബേസിൽ ചേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു ഇന്റർവ്യൂല് പറയാ വരെ ചെയ്തു, ബേസിലിന് വേണ്ടി ഞാൻ ഒരു ബുള്ളറ്റ് വരെ കൊള്ളാൻ റെഡി ആണെന്ന് പറഞ്ഞു. അതും തമിഴ്നാട്ടിൽ പോയിട്ട് ഇല്ലേ? തമിഴ്നാട്ടില് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്ര ആഴത്തിലുള്ള ഒരു സൗഹൃദം? അങ്ങനെയല്ല, അതെന്താ പറയുമോ, ആ ഇന്റർവ്യൂ നിങ്ങൾ ഫുൾ കാണാത്തോണ്ടാണ്. നിങ്ങൾ അതിന്റെ ഹെഡിങ് മാത്രം വായിച്ചതുകൊണ്ടാണ്. അതായത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിച്ചു, സുഹൃത്തുക്കളെ പറ്റി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. അത് ഞങ്ങൾ തമ്മിലൊരു ഈക്വേഷൻ അങ്ങനെയാണ്. അതായത് ഒരു വെടിയുണ്ട വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ചാടി വീഴുന്ന പോലത്തെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് കുറച്ച് കാൽപ്പനികമായിട്ട് പറഞ്ഞതാണ്, കാരണം എന്നാരും വെടിവെക്കാനൊന്നും പോകുന്നില്ല ഇപ്പൊ കാലം. അപ്പോ പക്ഷെ അത്രയും ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ അപ്പൊ ബേസിൽ ജോസഫോ എന്ന് വെച്ചപ്പോ അവനും വെടി കൊള്ളുമായിരിക്കും. വെറുതെ പറയാ. അതുപോലെ തന്നെ ഒരു പബ്ലിക് ഫംഗ്ഷൻ വെച്ചിട്ട് ടൊവിനോ ചേട്ടന്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചപ്പോ ടൊവിനോയ്ക്ക് വലിയ ഫ്യൂച്ചർ ഒന്നും ഇല്ല എന്നാണ് ബേസിൽ ചേട്ടൻ പറഞ്ഞത്. അല്ല, അത് ഞാനും കണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ടൊവിനോയ്ക്കും അങ്ങനത്തെ ആളുകൾക്കൊന്നും വലിയ ഫ്യൂച്ചർ ഇല്ല എന്ന് പഴക്ക അടിച്ച് ആക്ഷേപിക്കുന്നതാണ് ഞങ്ങൾ ഇതിൽ കണ്ടത്. ഇല്ലടാ, ഞാൻ ഇന്റർവ്യൂ എടുത്ത് കാണിച്ചു തരാം. നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നാ ഞാൻ എക്സ്പ്ലെയിൻ. സത്യമായിട്ടും ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ് അങ്ങനെയൊക്കെ കുത്തിരിപ്പുണ്ടാക്കുന്നത് എതിർത്തെറിഞ്ഞാല മൂവി വേൾഡിന്റെ ബ്രാൻഡിംഗ് ഉള്ള കിട്ടാൻ അല്ല